പരീക്ഷയിൽ തോറ്റതുകൊണ്ട് ആരും സ്കൂൾ മാറാറില്ലെന്നാണ് ഒരു അധ്യാപകൻ കൂടിയായ കേരള കോൺഗ്രസ് നേതാവ് ജയരാജ് എം.എൽ.എയുടെ അഭിപ്രായം. ഉത്തരവാദിത്തമുള്ള കാരണവന്മാർ മക്കൾ പരീക്ഷയ്ക്ക് തോൽക്കുമ്പോൾ അതിന്റെ കാരണം എന്താണെന്ന് അന്വേഷിക്കാറുണ്ട്, ചിന്തിക്കാറുമുണ്ട്. ചിലപ്പോഴെങ്കിലും അധ്യാപകരുടെയോ സ്കൂൾ മാനേജ്മെന്റിന്റെയോ കുഴപ്പം കൊണ്ടും തോൽവി സംഭവിക്കാറുണ്ട്. ചില അധ്യാപകർ രാത്രിയിലെ നായാട്ട് കഴിഞ്ഞ് ക്ലാസ്സിൽ വന്നിരുന്ന് ഉറങ്ങി ഉറങ്ങി ക്ലാസ് എടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു അധ്യാപകൻ രാത്രിയിൽ നായാട്ടിന് പോയി തിരിച്ചു വന്നപ്പോൾ സമയം പോയി. ഉറക്കക്ഷീണം മൂലം കസേരയിലിരുന്ന് ഒരു ചോദ്യം. ഒരു വണ്ടി ചക്രത്തിന്റെ ചുറ്റളവ്. കുട്ടികൾ എഴുതുന്ന സമയത്ത് അധ്യാപകൻ വീണ്ടും ഉറക്കം തുടങ്ങി. കുട്ടികളുടെ ബേളം കേട്ട് ചൂരലുകൊണ്ട് മേശപ്പുറത്ത് ആഞ്ഞടിച്ച് അധ്യാപകൻ ബാക്കി പറഞ്ഞു. 10 രൂപയാണെങ്കിൽ. വീണ്ടും ഉറങ്ങി. പഴയത് ആവർത്തിച്ചു. അത് 10 പ്രാവശ്യം ചുറ്റുമ്പോൾ വീണ്ടും ഒരു ഉറക്കം കഴിഞ്ഞപ്പോൾ ചോദ്യം പൂർത്തിയാക്കി. എൻ്റെ വയസ്സെത്ര? കുട്ടികൾ എത്ര ആലോചിച്ചിട്ടും ഉത്തരം കിട്ടുന്നില്ല. കുട്ടികളുടെ ബേളം കേട്ട് ചാടി എഴുന്നേറ്റ് മേശമേൽ 2 അടിയും അടിച്ച് സാറ് ചോദിച്ചു, ആർക്കെങ്കിലും ഉത്തരം കിട്ടിയോ? ഒരു മിടുക്കൻ എണീറ്റ് നിന്ന് ഉത്തരം പറഞ്ഞു, 42. അധ്യാപകൻ ചോദിച്ചു, നിനക്ക് ഇത്ര കൃത്യമായിട്ട് എൻ്റെ പ്രായം എങ്ങനെ പറയാൻ സാധിച്ചു? ആ വിദ്യാർത്ഥിയുടെ മറുപടി കേട്ട് അന്താളിച്ച് നിന്നുപോയി അധ്യാപകൻ. എനിക്ക് വീട്ടിലൊരു ജ്യേഷ്ഠനുണ്ട്. ഇതുപോലത്തെ ചോദ്യങ്ങൾ അവനും ചോദിക്കാറുണ്ട്. അമ്മ അവനെ അരവട്ടാണെന്നാണ് പറയുന്നത്. ഇതുപോലെയുള്ള അധ്യാപകരുള്ള സ്കൂളിൽ കൊള്ളാവുന്ന കാരണവന്മാരാരും കുട്ടികളെ പഠിപ്പിക്കുന്നില്ല. പലപ്പോഴും സ്കൂളിന്റെ കുഴപ്പം കൊണ്ടല്ലെങ്കിലും സ്കൂൾ മാനേജ്മെന്റിന്റെ കുഴപ്പം കൊണ്ട് കുട്ടികൾ കുഴപ്പത്തിൽ ചാടാറുണ്ട്. അവർ തോൽക്കാറുണ്ട്. ഒന്നാമതായി UDF സ്കൂളിൽ നിന്നും LDF സ്കൂളിലേക്ക് പോകേണ്ടി വന്നത് UDF സ്കൂളിൽ നിന്ന് ചാടിച്ചു വിട്ടത് കൊണ്ടാണെന്ന് മാളവരെ ബോധ്യപ്പെടുത്താൻ ഇതുവരെ ജോസ് കെ മാണിക്കോ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ നേതാക്കന്മാരോ സാധിച്ചു ഇല്ല എന്ന് പറയാതിരിക്കാൻ വയ്യ. അതുപോട്ടെ, നന്നായി പഠിക്കുന്ന കുട്ടികളെ മൂലക്കിരുത്തിയിട്ട് പഠിക്കാത്തവരെയും കുരുത്തം കെട്ടവന്മാരെയും പ്രോത്സാഹിപ്പിക്കുന്ന അധ്യാപകരുമില്ലേ? ഒരു ഉദാഹരണം പറഞ്ഞാൽ, കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലത്തിലെ ചിറക്കടവ് പഞ്ചായത്തിൽ ക്ലാസ്സിന് പുറത്ത് നിർത്തിയിരുന്ന ആന്റണി മാർട്ടിൻ എന്ന വിദ്യാർത്ഥി തിരുവിളക്കിന്റെ വെളിച്ചത്തിലിരുന്ന് പഠിച്ച് 450 മാർക്ക് മേടിച്ച് പാസ്സായ ചരിത്രം കാഞ്ഞിരപ്പള്ളിക്കാർക്കറിയാം. ജയരാജ് എം.എൽ.എക്ക് അറിയാവോ എന്നറിയില്ല. സ്കൂൾ മുഴുവൻ ചാടി നടന്ന പഠിപ്പിക്കുവാൻ താല്പര്യമില്ലാത്ത ചില അധ്യാപകരെ താക്കോൽ സ്ഥാനത്ത് ചുമതല ഏൽപ്പിച്ചിരുത്തിയാലും ഇതൊക്കെ തന്നെ സംഭവിക്കും. ഹെഡ്മാസ്റ്റർമാർക്കും അധ്യാപകർക്കും വിദ്യാർത്ഥികളുമായിട്ടും അവരുടെ മാതാപിതാക്കളുമായും പഴയ കാലത്തെ പോലെ ഒരു ബന്ധം, ഒരു ആത്മബന്ധം ഇപ്പോഴുണ്ടോ? ആത്മശോധന ചെയ്യേണ്ട കാര്യം തന്നെയാണ്. പലപ്പോഴും ക്ലാസ്സിൽ മികവ് കാണിക്കുന്ന കുട്ടികളെ മാറ്റി നിർത്തി താടിയുടെ കഥ പറഞ്ഞും തന്തയ്ക്ക് തെറി പറഞ്ഞും നടക്കുന്ന ചില തലതെറിച്ച പിള്ളേരെ പല അധ്യാപകർക്കും ഭയമായതുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയും കാണാറുണ്ട്. ഭരണം ഒരു ഭ്രാന്ത് പിടിച്ച കാര്യം തന്നെയാണ്. ഒരാളെ MLA ആക്കുവാൻ എത്രയാളുടെ പണിയുണ്ടെന്നൊന്ന് ഓർത്തു നോക്കിക്കേ. തെരഞ്ഞെടുപ്പിന് ബൂത്ത് ലെവലിൽ കുറച്ച് പൈസയും കൊടുത്തു പോയാൽ അവരുമായിട്ടുള്ള ബന്ധം അവസാനിച്ചുവെന്ന് കരുതുന്നവരല്ലേ പല നേതാക്കന്മാരും. താഴ്ന്ന ലെവലിൽ പ്രവർത്തിക്കുന്നവർക്കും ആഗ്രഹങ്ങളുണ്ട്. 2011 UDF മന്ത്രിസഭയുടെ കാലത്ത് ഹൈക്കോടതിയിൽ ഏതാണ്ട് 35-ൽ പരം GP-മാരുണ്ടായിരുന്നു മാണി ഗ്രൂപ്പിന്. ഇടതുമുന്നണിയുടെ തുടർഭരണത്തിൽ കൂടുതൽ ചോദിച്ചു മേടിക്കുവാൻ കഴിഞ്ഞില്ലെന്നുള്ളത് ഹെഡ്മാസ്റ്ററുടെയും സഹ അധ്യാപകരുടെയും കുറ്റം തന്നെയാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അറിയിക്കുന്നവർക്ക് തന്നെയാണോ സീറ്റുകൾ നൽകിയതെന്ന് ഇരുത്തി ചിന്തിക്കണം. ഒടുവിൽ നട്ടവനും നനച്ചവനും കളത്തിന് പുറത്തായി. പാർട്ടി നേതാക്കന്മാരുടെ വിസർജ്യങ്ങൾക്ക് വരെ മുല്ലപ്പൂവിന്റെ മണമാണെന്ന് പറഞ്ഞു നടന്നവനൊക്കെ രക്ഷപ്പെട്ടു. ഇനിയെങ്കിലും ഹെഡ്മാസ്റ്ററും സഹ അധ്യാപകരും വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ കുറച്ചുകൂടി താല്പര്യം കാണിക്കണം. മാത്രമല്ല, ആധുനിക യുഗത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മികച്ച പരസ്യം കൊടുക്കണം. അതിന് നല്ല ഭാഷയിൽ മാധ്യമങ്ങളോട് സംസാരിക്കാൻ പഠിക്കണം. അക്ഷരജ്ഞാനമുള്ള പലരും നിങ്ങളുടെ പാർട്ടിയിലുണ്ടെങ്കിലും വാ തുറന്ന് വർത്തമാനം പറയാൻ അറിയാവുന്ന എത്ര പേരുണ്ട്? നിങ്ങളെപ്പറ്റി ആക്ഷേപം പറയുന്നവരെ അതേ നാണയത്തിൽ തിരിച്ചു പറയാൻ എത്ര പേരുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ? ചുരുക്കം ഇത്രയേ ഉള്ളൂ. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയേണ്ട പോലെ പറയാത്ത കുഴപ്പമാണ് നിങ്ങളുടെ സ്കൂളിലുള്ളത്.